കേരളത്തിലെ അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. സന്ദർശകരുടെ തിരക്ക് ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സമാധാനമായി ഇവിടെ ഇരിക്കുവാനും നടക്കുവാനും സാധിക്കും. മുതലമട റെയിൽവേ സ്റ്റേഷൻ വഴി 4 ട്രെയിനുകളാണ് കടന്നു പോകുന്നത്. ഇതിൽ തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസിനും പാലക്കാട് ചെന്നൈ എക്സ്പ്രസിനും മുതലമടയിൽ സ്റ്റോപ്പില്ല. സ്റ്റോപ്പുള്ളത് പാലക്കാട് തിരുച്ചെന്തൂർ പാസഞ്ചറിന് മാത്രമാണ്. ഈ ട്രെയിൻ പാലക്കാട് നിന്നും പുറപ്പെട്ട് രാവിലെ 6:40 മുതലമടയിൽ എത്തിച്ചേരുന്നത്. തിരുച്ചെന്തൂരിൽ നിന്നും വരുമ്പോൾ രാത്രി 8:25 മുതലമടയിൽ എത്തിച്ചേരും. വെട്ടം സിനിമ കണ്ടവരാരും മുതലമട റെയിൽവേ സ്റ്റേഷൻ മറക്കില്ല. അതുപോലെ തന്നെ മോഹൻലാലും ശിവാജി ഗണേശനും അഭിനയിച്ച ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ ക്ലൈമാക്സ് ഇവിടെയാണ് ചിത്രീകരിച്ചത്. നിരവധി തമിഴ് സിനിമകളും ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1898 മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് മധുര ഡിവിഷൻ്റെ കീഴിലായിരുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ തോട്ടം മേഖലയിലേക്ക് ഇവിടെ നിന്നും തൊഴിലാളികളെ എത്തിക്കാനും തേയില, കാപ്പി എന്നിവ ചെന്നൈയിലേക്ക് എത്തിച്ച് കച്ചവടം നടത്താനും പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും ആൽമരങ്ങളിലെ വള്ളികളിൽ തൂങ്ങിപ്പിടിച്ച് തൂങ്ങുന്നത് പതിവായിരുന്നതിനാൽ ട്രെയിൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമേ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും നൽകുകയുള്ളൂ. 2018 മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി ആൽമരങ്ങൾ മുറിച്ചു മാറ്റാൻ ശ്രമം നടന്നപ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്നും ഉണ്ടായത്. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ ആണ് കേരളത്തിലെ ഈ അവസാനത്തെ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.